ഹായ് ഫ്രണ്ട്സ്, ഹബ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഹബ്സ മോളുടെ പരിചയപ്പെടുത്തിയിരുന്നു. അവളുടെ മോട്ടിവേഷണൽ സ്പീച്ച് ഉണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സിമ്പിൾ റെസിപ്പിയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുട്ട് എങ്ങനെ സോഫ്റ്റോടുകൂടി, അതും അരിപ്പൊടി ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുട്ട് നമ്മൾ വൈകുന്നേരം വരെ വെക്കുകയാണെങ്കിൽ കൂടെ യാതൊരു ഉണക്കവും അതിൽ തട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഈ ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് ബാംഗ്ലൂരിലുള്ള എൻ്റെ സിസ്റ്ററിനിലോ ബിൻഷിയാണ്. ഞാൻ എത്ര സോഫ്റ്റ് ആവുമെന്ന് ആദ്യം വിചാരിച്ചില്ല. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് നല്ല സോഫ്റ്റുള്ള പുട്ടാണ്. അധികം വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പാത്രം നിങ്ങളിൽ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കാം. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ പുട്ടുണ്ടാക്കാൻ വേണ്ടി സ്റ്റീലിൽ നമുക്ക് കിട്ടുന്ന ഒരു പാത്രമാണ്. ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ നമ്മൾ ചോറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഇത് നല്ല ഉപകാരമുള്ള ഒരു പാത്രമാണ്. നമുക്ക് ഇതിൽ മുറിച്ചിട്ടിട്ട് കുക്കറിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റീമിൽ തന്നെ അത് കുക്കായി കിട്ടും. പരിപ്പും അതുപോലെ ഇതിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ പഴവും പുഴുങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഉപകാരമുള്ള ഒരു പാത്രമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അരിപ്പൊടി ഉപയോഗിക്കാതെ എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കൊക്കെ അറിയാം, അരിപ്പൊടിയിൽ നമുക്ക് കുറച്ച് ചോറ് കൂടെ ചേർത്ത് നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുമെന്ന്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത്, ഉച്ചക്ക് കുറച്ച് ബാക്കിയായ ചോറ് ഇതങ്ങനെ നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റുകയാണ്. നമുക്ക് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കത് ഫ്രീസറിലോട്ട് മാറ്റാം. ഞാൻ രാവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രി കിടക്കാൻ പോണ നേരത്ത് ഈ ചോറ് നമുക്ക് ഫ്രീസറിൽ നിന്ന് മാറ്റി വെക്കാം. ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അതായത് ഇത് നല്ല ഇപ്പോൾ ഐസ് പോലെ ആയിരിക്കുകയാണ്. അപ്പോൾ രാവിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി അതിലത്തെ ഐസൊക്കെ നമുക്ക് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രി ഓവർനൈറ്റ് പുറത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഓവർനൈറ്റ് പുറത്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് കുറേ വെള്ളം പുറത്തേക്ക് വരും. ഈ ചോറ് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എന്നാൽ തന്നെ അതിൽ നിന്ന് വെള്ളം നമുക്ക് ഊർന്നു വരും. നമുക്കറിയാം, ഫ്രീസറിൽ നിന്ന് ഒരു സാധനം പുറത്തെടുത്ത് വെച്ചാൽ അതിൽ നിന്ന് വെള്ളം വരുമല്ലോ, അത്രയും വെള്ളം അതിൽ നിന്ന് വരും. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് പിഴിഞ്ഞ്, എത്രത്തോളം പിഴിയാൻ പറ്റും അത്രയും പിഴിഞ്ഞിട്ട് വേണം ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ മാക്സിമം പിഴിഞ്ഞാൽ തീരെ പൊടി ചേർക്കാതെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും. ഞാനിതിപ്പോൾ പൊടിച്ചതാണ്. അപ്പോൾ കുറച്ച് നനവുണ്ട്. അപ്പോൾ ഞാൻ ഒരു പിടി പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നനവ് കൂടിയത് കൊണ്ട് മാത്രമാണ് കുറച്ച് ചേർത്തുന്നത്. അപ്പോൾ നനവ് തീരെ ഇല്ലെങ്കിൽ നമുക്ക് പൊടി ചേർത്താതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ചിക്കനോ ബീഫോ നമുക്ക് എന്താ ഉള്ളത് അത് നമുക്കിതുപോലെ ഒന്ന് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് മേലെ ആ സ്റ്റീമർ വെച്ചിട്ടുള്ള ആ പാത്രം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മേലെ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ ചിക്കൻ്റെ ഗ്രേവി ആണെങ്കിൽ ചിക്കൻ ഗ്രേവി വെക്കാം, ബീഫ് ആണെങ്കിൽ ബീഫ് വെക്കാം. അതല്ല വേറെ ഏതെങ്കിലും ഗ്രേവികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെച്ച് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് പുട്ടുകൾ ഉണ്ടാക്കാം. ഞാൻ ഇതിനു മുമ്പ് ട്രൈ കളർ പുട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുരിങ്ങ ഇലയും അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വെച്ച് നല്ല സോഫ്റ്റ് പുട്ട് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ. ഇത് കണ്ടില്ലേ, ഇതുപോലെ കുക്കറുടെ മേലെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. പരിപ്പടക്കം നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പരിപ്പ്, അവർക്ക് മുളക് പൊടിയൊന്നും ഇടാതെയില്ല നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ അവർക്കൊക്കെ പരിപ്പൊക്കെ മുളക് പൊടി ഇടാതെ വേവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ചെടുത്താൽ മതിയാവും. കണ്ടില്ലേ, നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയതെന്ന് അറിയാനും പറ്റില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ ടേസ്റ്റ് ഇതിന് ഈ പുട്ടിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ഇത് നമ്മൾ വൈകുന്നേരം വരെ വെക്കുകയാണെങ്കിൽ കൂടെ അത് ഉണക്കുന്നിട്ട് അങ്ങനെ ഒന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ട് അതേ സോഫ്റ്റോടുകൂടി തന്നെ രാവിലെ ഉണ്ടാക്കിയ പുട്ട് വൈകുന്നേരം വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇനി ചോറ് ബാക്കിയായി എന്നുള്ള വിഷമമൊന്നും വേണ്ട.
നെക്സ്റ്റ് നമ്മളിപ്പോൾ കരുവേപ്പില, മല്ലിയില, പുതിനേൻ്റെ ഇലയൊക്കെ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് എങ്ങനെ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ എന്നുള്ള രീതിയാണ് ഞാൻ ഈ ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഇലകൾ, കരുവേപ്പിൻ്റെ ഇലകൾ നമ്മൾ ഇതുപോലെ തണ്ടിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് മാറ്റാം. പിന്നെ നമ്മളിപ്പോൾ 3 to 4 days ഉപയോഗിക്കാനുള്ള ഇലകളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് തണ്ടോടുകൂടി തന്നെ നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലോട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ 2 days നമുക്ക് ഇതിൽ നിന്ന് തന്നെ കറിയിലേക്കോ എല്ലാം പെട്ടെന്ന് എടുക്കാൻ പറ്റും. അത് വാടുമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മല്ലിയിലയും പുതിനേൻ്റെ ഇലയും എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഞാൻ കുറച്ച് വാഴയില ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അതിൻ്റെ ഉള്ളിലോട്ട് ആദ്യം വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് കരുവേപ്പിലയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 3rd സ്റ്റേജിലുള്ള കരുവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് അവസാന ഘട്ടത്തിൽ എടുക്കാൻ പറ്റിയ പോലത്തെ കരുവേപ്പിലയാണ് ഞാൻ അതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 days എടുക്കാൻ പറ്റിയത് ഞാൻ ബോട്ടിലാക്കിയിട്ട് അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2nd സ്റ്റേജിൽ എടുക്കാൻ പറ്റിയ കരുവേപ്പിൻ്റെ ഇല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റെം ഒന്ന് റിമൂവ് ചെയ്ത് ലീവ്സ് മാത്രമാക്കി വെച്ചിട്ടുണ്ട്. 3rd സ്റ്റേജിലാവുമ്പോൾ എടുക്കാനുള്ളതാണ് ഞാനിങ്ങനെ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് 1 മാസം വരെക്കും കേടുവരാതെ നമുക്ക് സൂക്ഷിച്ച് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതും നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിലുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. നെക്സ്റ്റ് വെനസ്ഡേ ഇന്ത്യൻ ടൈം 3 PM മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.